നമ്മൾ നന്നാകണം. ഞാൻ പറഞ്ഞു വന്നത് പടച്ചവനെ പെങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, ഏ ചെറുപ്പക്കാരാ, തെറ്റു ചെയ്യാൻ അവസരം കിട്ടുമടാ, ഇന്നാ ബിയർ കുടിക്ക്, ഫ്രീ ആണടാ, പൈസ തരണ്ടടാ, കുടിക്കടാ എന്ന് പറഞ്ഞു കൂടെ പഠിക്കുന്നവര് നിന്റെ കൂടെ കൊണ്ടുവരും, തരും ചെറുപ്പക്കാരാ. അള്ളാഹുവേ ഇത് ഹറാമാണ്, കുടിക്കാൻ പാടില്ല, നിങ്ങൾ എന്തു പറഞ്ഞാലും കുടിക്കില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റമാണ് വേണ്ടത്. പെങ്ങളെ, കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സ് ഓടി വന്ന് കയ്യിൽ പിടിക്കുകയാ, ഒരാൺകുട്ടി വന്ന് പിടിക്കുകയാ, പറയണം എടുക്കടാ കയ്യ്, ഇത് വ്യഭിചാരമാണ്, അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് വ്യഭിചാരമാണ്, എന്റെ ശരീരത്ത് തൊടാൻ പാടില്ല. ആര് പരിഹസിച്ചാലും ഒറ്റപ്പെടുത്തിയാലും കളിയാക്കിയാലും അത് പറയുന്ന പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. ഖുർആൻ ഇവിടെന്ന് പറയുകയാ, രണ്ട് സ്വർഗമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മളാണ് ആദ്യം നന്നാകേണ്ടത്. നമ്മൾ നന്നായാ നമ്മുടെ മക്കൾ നന്നാകുമടോ, നമ്മുടെ ഭാര്യ നന്നാകുമടോ, നമ്മുടെ മക്കൾ നന്നാകുമടോ, നമ്മുടെ വീട് നന്നാകുമടോ. പെങ്ങളെ, നിങ്ങളോട് വാശിയും വൈരാഗ്യമൊന്നുമില്ല പെങ്ങള്. പ്രസംഗിക്കുന്ന ഉസ്താദന്മാര് നിങ്ങളെ കുറ്റം പറയുന്നു എന്നൊരിക്കലും നിങ്ങൾ കരുതരുത്. പെണ്ണേ, നീ നന്നായാ, നീ നന്നായാ നിന്റെ മക്കള് നന്നാകും. പെണ്ണേ, നീ നന്നായ മക്കള് നന്നാകും, ഭർത്താവ് നന്നാകും, വീട് നന്നാവും, കുടുംബം നന്നാകും, നാട് നന്നാകും. പടച്ചവരെ, ലോകം വരെ നന്നാകാനത് കാരണമാവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അള്ളാനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്, അള്ളാനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്. പടച്ചവനെ, നമ്മുടെ വാപ്പ അത് പഠിപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് പേടിയുള്ളത്. വീടി വലിക്കാൻ പേടിയായിരുന്നടോ. പടച്ചവനെ, എന്തെങ്കിലും തെറ്റു ചെയ്യുമ്പോ എന്തിനാ മുണ്ടും മടക്കി കുത്തി പ്രായമുള്ളവരുടെ മുമ്പിലൂടെ നടക്കാ പേടിയായിരുന്നു. അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്ന് പ്രായമുള്ളവര് പോകട്ടെ, മാതാപിതാക്കള് പോകട്ടെ, ഉസ്താദന്മാര് പോകട്ടെ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ പോലും നമ്മൾ മറന്നു നടക്കുകയാ. അതുകൊണ്ട് ഉമ്മമാരോട് പറയുന്നു, വാപ്പമാരോട് പറയുന്നു, പിഞ്ചുമക്കളോട് അള്ളാനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്, അള്ളാനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്. ഒരു വാപ്പയുടെ കടമയാ മക്കളോട് വാപ്പയ്ക്കുള്ള കടമകളിൽപ്പെട്ട ഒരു കടമയാണ്. മക്കൾക്ക് അല്ലാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം, മുത്തുനബി ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഇത് വാപ്പയുടെ കടമയാണ്, ഇത് ഉമ്മയുടെ കടമയാണ്. അതുകൊണ്ട് മുസ്ലിമേ, മുൻഗാമികൾ അത് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു, മുൻഗാമികൾ അത് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. മക്കളെ പോലും ഉപദേശിക്കാൻ അർഹതയുള്ള മക്കളായി അന്നത്തെ മക്കള് മാറിയിരുന്നു. എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമല്ലോ. രാത്രിയായ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ്. പടച്ചവനെ, ആ രാജ്യത്തുള്ള പ്രജകളെങ്ങാനും എന്തെങ്കിലും ഒരു സങ്കടം അനുഭവിക്കേണ്ടി വന്നാ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഉമർ കണക്ക് പറയണമെന്ന് ഭയന്നിട്ട് കിടന്നിട്ടുറക്കം വരാതെ ഉമർ തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടന്നിട്ട്, അല്ലാഹുവേ, തന്റെ ജനതയുടെ പ്രയാസം അറിയാൻ നടന്നിരുന്ന ഖലീഫയാ ഉമർ തങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. ഒരു ദിവസം രാത്രി ഇങ്ങനെ വീടിന്റെ പരിസരത്തു കൂടെ നടന്നു പോകുമ്പോ ഒരു വീടിന്റെ അകത്ത് വഴക്ക് നടക്കുന്നു. പെങ്ങള്, ഉമ്മയും മകളും കൂടെ വല്ലാത്ത വഴക്ക് നടക്കുകയാ. ഖലീഫയായിരിക്കുമ്പോ ഒരു രാത്രി ഇങ്ങനെ ഇറങ്ങി നടന്നു പോകുമ്പോ, വെളുപ്പാങ്കാലം ആകാറായി, ഒരു വീടിന്റെ പരിസരത്തു കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോ വീടിന്റെ അകത്ത് വല്ലാത്ത വഴക്ക്, ഉമ്മയും മകളും കൂടെ വഴക്ക് കൂടുന്നേ. ഉമ്മയും മകളും കൂടെ വല്ലാത്ത വഴക്ക്. എന്താ വഴക്കിന്റെ കാരണം? എന്താ? ഉമ്മ മകളോട് പറയുന്നുണ്ട് പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കാൻ.
ഉമ്മ മകളെ നിർബന്ധിക്കുക എന്ത്? പാലിന്റെ അകത്ത് വെള്ളമൊഴിക്കാൻ. അപ്പൊ ആ മകൾ ഉമ്മച്ചിയോട് പറയുന്നു, ഉമ്മ ഇത് വഞ്ചനയാ, ഇത് ചതിയാ, ഇത് പാപമാ, ഞാൻ ചെയ്യൂല. ഉമ്മയോട് മകള് പറയാൻ, ഞാൻ ചെയ്യൂല, ഇത് പാപം, ഇത് വഞ്ചനയും ചതിയുമാണ്, കള്ളത്തരമാണ്, ഞാൻ ചെയ്യൂല. ഉമ്മ മകളോട് നിർബന്ധിക്കുന്നു, മര്യാദക്ക് ഞാൻ പറഞ്ഞത് കേക്കടി, വെള്ളം ഒഴിക്കുന്ന ഈ പാലിന്റെ അകത്ത്. അപ്പൊ ആ പെൺകുട്ടി ഉമ്മാനോട് പറയാ, രാജ്യം ഭരിക്കുന്നത് ആരാണെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. നമ്മുടെ ഖലീഫയാരാ? ഉമർ തങ്ങള്. ഞാൻ പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കുന്നത് ഉമർ എങ്ങാണ് അറിഞ്ഞ നമ്മളെ രണ്ടെണ്ണത്തിന് ആ ചങ്ങാതി വെറുതെ വിടൂല. അപ്പൊ ഉമ്മ പറയാ, ഉമറോ ഓം വീടിനകത്ത് കിടന്ന് ഉറങ്ങാ. ഉമർ പാതിരാത്രി നീ പാലിന് വെള്ളം ഒഴിക്കുന്നതും കാത്തിരിക്ക, ഉമർ വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങ, നീ മര്യാദയ്ക്ക് വെള്ളം ഒഴിക്ക്. ഉമർ തങ്ങൾ ഇങ്ങനെ കയ്യും കാലും ഇങ്ങനെ ധരിക്കുന്നുണ്ട്. ആ പെൺകുട്ടി പറയാ, ഉമറാണ് രാജ്യം ഭരിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞ പ്രശ്നവ ഉമ്മ, ഞാൻ വെള്ളം ഒഴിക്കൂല. ഉമ്മ വീണ്ടും പറയുന്നു, നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടാ മതി വെള്ളം ഒഴിക്കാൻ. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമ്മ, ഉമർ ഉറങ്ങുകയായിരിക്കും, രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഉമർ കിടന്നുറങ്ങുകയായിരിക്കും. ഉമർ അറിയുന്നില്ലെങ്കിലും അല്ല ഉറങ്ങുന്നില്ല. ഉമ്മ, പടച്ച റബ്ബ് കണ്ടോണ്ടിരിക്കുക. ഇത് ഉമ്മ എന്നോട് പാലിന്റെ അകത്ത് വെള്ളമൊഴിക്കാൻ പറയുമ്പോ ഇത് ഞാൻ ഒഴിച്ചാൽ ഖലീഫ അറിയില്ലായിരിക്കും, പക്ഷെ എന്നെയും നിന്നെയും പടച്ച അല്ലാ ഉറങ്ങുന്നില്ല ഉമ്മച്ചി, അല്ല ഇത് കാണുന്നുണ്ട്, ഞാൻ ഒഴിക്കൂല. ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോയിടോ. ഉമർ തങ്ങൾ ആ വീടൊന്ന് നോക്കി വെച്ചു, ആ വീടൊന്ന് നോക്കി വെച്ചു, അടയാളം. വീട്ടിൽ പോയി, പള്ളിയിൽ പോയി, സുബഹി നിസ്കാരം എല്ലാം കഴിഞ്ഞു. ഒരു സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്, ആരാന്ന് പോയി ചോദിച്ചിട്ട് വാ. ഇന്ന വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടി ആരാണെന്ന് പോയി അന്വേഷിച്ചിട്ട് വാ. ഒരാളെ പറഞ്ഞു വിട്ടു, ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പോയി അന്വേഷിച്ചു നോക്കുമ്പോ ആ പാവപ്പെട്ട പെൺകുട്ടി ഒരു യതീമായ മകളാ, ഒരു യതീമായ പെൺകുട്ടിയാ. വാപ്പയില്ല, ഉമ്മയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അവര് പട്ടിണിയാ. ആ ഉമ്മയും നല്ല ഉമ്മയാ, അള്ളാഹിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു ഉമ്മ തന്നെയല്ല, മോശക്കാരിയൊന്നുമല്ല. ആ ഉമ്മ എന്തുകൊണ്ടാണ് മകളിനോട് പാലിൽ വെള്ളമൊഴിക്കാൻ പറഞ്ഞെന്നറിയോ? അവർക്ക് ആകെ ഉള്ളത് ഒരു ഒട്ടകമാ, ജീവിത വരുമാനം ആകെ ഒരൊട്ടകം. ആ ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് അവര് ജീവിക്കണേ. ഒരാഴ്ചയിൽ പുറത്തായിട്ട് പാലില്ലാത്തത് കാരണം വീട്ടിൽ പട്ടിണിയാ. അങ്ങനെ ഇരുന്നപ്പോഴാ ഇത്തിരി പാല് കിട്ടി. അപ്പൊ ഉമ്മ പറഞ്ഞു, ആഹാരം കഴിച്ചിട്ട് ഒരാഴ്ചയായില്ലേ മോളെ, ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വിൽക്കാം, എന്തെങ്കിലും തിന്നാൻ കിട്ടുമല്ലോ. അങ്ങനെ ഉമ്മ മകളെ നിർബന്ധിക്കുന്ന, വിശപ്പ് കാരണമാണ് നിർബന്ധിച്ചേ. അപ്പോഴാണ് ആ മകള് പറയുന്നത്, അല്ല കാണുന്നുണ്ട്, ഞാൻ ചെയ്യില്ലെന്ന്. ഉമർ തങ്ങൾ ഈ സംഭവം കേട്ടപ്പോ കരയാൻ തുടങ്ങി. നേരെ വീട്ടിൽ പോയി. ഉമർ തങ്ങൾ വീട്ടിൽ പോയിട്ട് രണ്ട് ആമക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഒരു പെണ്ണുണ്ട്, യതീമ, പൈസ ഇല്ല, കൊട്ടാരമില്ല, വലിയ അറിയപ്പെടുന്ന കുടുംബമൊന്നുമല്ല, പക്ഷെ അവളുടെ ഹൃദയത്തിൽ അല്ല ഉണ്ടടാ മക്കളെ. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ, പ്രസിഡന്റാ ഉമർ. ആയിരക്കണക്കിന് പെണ്ണുങ്ങളെ കിട്ടുന്ന എന്റെ പൊന്നാര മക്കൾക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിൽ ചെന്നിട്ട് പൊന്നാര മക്കളെ വിളിച്ചിട്ട് പറയുന്നു, മക്കളെ എനിക്ക് ആഗ്രഹമുണ്ടടാ പെണ്ണിനെ വിവാഹം കഴിക്കാൻ, എനിക്ക് ആഗ്രഹമുണ്ടാ പെണ്ണിനെ വിവാഹം കഴിക്കാൻ, പക്ഷേ പ്രായമായത് കാരണം ഞാൻ വിവാഹം കഴിക്കുന്നില്ല. എനിക്ക് ആഗ്രഹമുണ്ടാഞ്ഞിട്ടല്ല, അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെൺകുട്ടിയായത് കാരണമാണ് ഞാൻ എങ്ങനെ പറയുന്നത്. ഉമർ തങ്ങൾ പറയുന്നു, വലിയ കുടുംബമല്ല, സമ്പത്തില്ല, കൊട്ടാരമില്ല, യതീമായ ഹൃദയത്തിൽ പടച്ച റബ്ബിനെ കൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. മക്കളെ, നിങ്ങളിൽ ആരാ വിവാഹം കഴിക്കുന്നത്? ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞു, ഞാൻ സമ്മതിക്കുന്നു ബാപ്പാ, എനിക്ക് വേണ്ടത് സമ്പത്തല്ല, സൗന്ദര്യമല്ല, കുടുംബമല്ല, ഫളുഫറു ബിദാത്തി ദീനാണ് എനിക്ക് വേണ്ടത്. അവിടെ പരിഗണിച്ചത് ദീനായിരുന്നു. ഉമർ തങ്ങളുടെ മകൻ അവിടെ നിന്ന് വിവാഹം കഴിക്കാൻ തയ്യാറാവുകയാ. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? അന്ന് മക്കളെ വളർത്തിയിരുന്നത് അങ്ങനെയാണ് പെങ്ങള്. ദീനീ ബോധമുള്ള മക്കളായിരുന്നു. അവർക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ അറിയാമായിരുന്നു. അവരാദർശം മുറുകെ പിടിച്ച് ജീവിച്ചവരാ. അവര് മരം കൊരങ്ങൻ ചാടുന്നത് പോലെ ചാടുന്നവരായിരുന്നില്ല. അവർക്ക് ആദർശം അറിയാമായിരുന്നു, അവർക്ക് ദീൻ അറിയാമായിരുന്നു, ദീനിന്റെ നിയമങ്ങൾ അറിയാമായിരുന്നു. അത് ഉമ്മ ചെയ്താലും അവര് പറയുമായിരുന്നു, വാപ്പ ചെയ്താലും അവര് പറയുമായിരുന്നു. പടച്ചവനെ, അവർ ആദർശം ജീവിതത്തിൽ മുറുകെ പിടിച്ചു ജീവിച്ചവരാ. ഇന്ന് ആദർശം
മറന്നുപോയടോ, ഇന്ന് ആദർശം മറന്നുപോയടോ. അവനവന്റെ നിലനിൽപ്പിന് വേണ്ടി എല്ലാം മറക്കുന്ന കാലമാ. എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരാൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം നിനക്കറിയണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരു മഹാന്റെ ചരിത്രം വായിച്ചിട്ടുണ്ടോ? സമയം കിട്ടുമ്പോ ഒന്ന് വായിക്കണം പെങ്ങള്. കരഞ്ഞു പോകും സീരിയൽ കണ്ടിട്ട് കരയുന്ന ഉമ്മ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം വായിച്ചാ കണ്ണ് നിറയാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല. മനോഹരമായ ഒരു ചരിത്രമാണ്. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച മനുഷ്യനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. ഖുർആൻ ഓതിയിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കരയുമായിരുന്നു. ഖബറിന്റെ ചാരത്ത് പോയിരുന്ന് കരഞ്ഞ മനുഷ്യനാ. ഒരിക്കൽ ഒരു ജനാസ ഖബറടക്കാൻ പള്ളിപ്പറമ്പിൽ പോയി. ഖബറടക്കി കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയിട്ടും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മടങ്ങുന്നില്ല. ഖബറിന്റെ ചാരത്ത് ഒറ്റയ്ക്ക് നിൽക്കുകയാ. കൂടെ വന്നവര് വിളിക്കുന്നു, തങ്ങളെ എല്ലാം കഴിഞ്ഞല്ലോ, മയ്യത്ത് കുളിപ്പിച്ചോ, കഫം പൊതിഞ്ഞോ, നിസ്കരിച്ചു, ഖബറടക്കി, ഇനി എന്തിനാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ പള്ളിപ്പറമ്പിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, എല്ലാവരോടും പോകാറ്, ആരും എന്നെ ശല്യം ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിപ്പറമ്പിലൂടെ നടക്കുകയാണ്. ഒരു പഴയ ഖബറ് കണ്ടടോ, ഒരു പഴയ ഖബറ് കണ്ടടോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആ ഖബറിന്റെ ചാരത്ത് പോയിരുന്നിട്ട് കരയുകയാ. കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ പോകുന്നുണ്ട്, താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ വീഴുന്നുണ്ട്. ഒന്നും മിണ്ടുന്നില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. അതല്ലേ ഖബർ കണ്ടാ കരയണമെന്നല്ലേ, ഖബർ കണ്ടാ കരയണമെന്നല്ലേ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാനാ. പടച്ചവനെ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ്. ഖബറെന്ന് പറയുമ്പോഴേ പേടിക്കണം പെങ്ങള്. ഖബർ കണ്ടാ കരയണം ബാപ്പാ, ഖബർ കണ്ടാ കരയണം ബാപ്പാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? എല്ലാവരും ചോദിക്കും, ഉസ്താദേ നന്നാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നന്നാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പറ്റുന്നില്ല ഉസ്താദ്, ദുസ്വഭാവങ്ങൾ മാറ്റാൻ പറ്റുന്നില്ല, വൃത്തികെട്ട സ്വഭാവങ്ങൾ മാറ്റാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് എനിക്ക് നന്നാകേണ്ടത്? ഒരു എളുപ്പവഴി പറഞ്ഞു തരാ. നന്നാകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് 5 നയാ പൈസയുടെ ചെലവില്ലാതെ നന്നാകാൻ പറ്റുന്ന ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെയോ? എളുപ്പവഴി എന്തെന്നറിയോ? ഡോക്ടറെ കാണാൻ പോകാനല്ല പറയുന്നത്, പൈസയുടെ ചെലവില്ലടോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ അബൂദറേ സുനിൽ ഖുബൂർ, അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇബാദത്തുകൾ ചെയ്യാൻ ഒരു മടി വരുന്നു നബിയേ, അലസത വരുന്നു നബിയേ, ഒരുപാട് നന്മകൾ ചെയ്യണം നബിയേ, അതുകൊണ്ട് നന്നാകാൻ ഒരു വഴി പറഞ്ഞു തരാറ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത മറുപടിയാണ് ഈ വഅദ കേൾക്കാമെന്നവരോട് പറയുകയാ, നന്നാകണോ? നന്നാകാനുള്ള വഴി ഖബർ സിയാറത്ത് ചെയ്യലാ.
പള്ളിപ്പറമ്പില് പോവ്, പള്ളിപ്പറമ്പിലേക്ക് പോക്, ഖബർസ്ഥാനിലേക്ക് പോക്, കുടിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്ത് പോയി നിൽക്കൂ. പറ്റുമെങ്കിൽ ഇറങ്ങടാ ചെറുപ്പക്കാരാ. ഉസ്താദേ, എനിക്ക് വല്ലാത്ത ധൈര്യമാ, ഏതു പാതിരാത്രിയും എതിലൂടെയും ഞാൻ പോകും, എനിക്ക് പേടിയില്ല, ശൈത്താന്റെയും പ്രേതത്തിനെയും ഒന്നും എനിക്ക് പേടിയില്ല ഉസ്താദ് എന്ന് ചങ്കൂറ്റത്തോടെ പറയുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാതിരാത്രി 1 മണിക്കും 2 മണിക്കും പോകണ്ടടാ. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നാളെ ഒരു 11 മണിയാകുമ്പോ ഇവിടത്തെ പള്ളിപ്പറമ്പിലൊന്ന് പോകടാ ചെറുപ്പക്കാരാ. ഒരു കവർ കുഴിച്ചിട്ടിട്ടുണ്ടാകുമല്ലോ, നാളെ പകല് 11 മണിയാകുമ്പോ പള്ളിക്കാട്ടിൽ ചെന്നിട്ട് കുടിച്ചിട്ടിരിക്കുന്ന കബറിനകത്തിറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ? കൈയും കാലും വിറയ്ക്കാതെ, ഹൃദയം പിടയ്ക്കാതെ, കണ്ണ് നനയാതെ, ശരീരം വിയർക്കാതെ കബറിനകത്ത് ഒറ്റയ്ക്ക് ഒരു 5 മിനിറ്റ് ഇറങ്ങിയിരിക്കാൻ ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ? പേടിക്കുപെടാ പോരെ, കയ്യും കാലും വിറയ്ക്കുപെടാ പോരെ, പോയി ഇറങ്ങല്ലേ പൊന്നുമോരെ. ചിലപ്പോ ആ കബറിനകത്ത് നിന്നെ കബറടക്കേണ്ടി വരും ചെറുപ്പക്കാരാ. ചുമ്മാതെ പറയുന്നല്ലടോ. ഞാൻ ജോലി ചെയ്യുന്ന പായിപ്പാട് പള്ളിയിലെ കബറ് കുഴിച്ചപ്പോ ഞാനും ഇറങ്ങിയിടോ. അല്ലാഹുവേ, ആ ഖബറിനകത്ത് ഇറങ്ങിയിരുന്നപ്പോഴാണ് ഖബറിനെ കുറിച്ച് ചിന്തിക്കുന്നത്. വല്ലാത്ത പേടി തോന്നുമടോ. മോനെ, ഖബറിന്റെ കുടിയിലേക്ക് നോക്കടാ, ഖബറിന്റെ ആഴമാ സോദരാ നീ നോക്ക്. അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. പടച്ചവനെ, ഖബർ കണ്ടാ നന്നാകുമടോ, ഖബറിന്റെ ചാരത്ത് പോകുന്നവൻ നന്നാകുമടോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഖബറിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ ഖബർ ചോദിച്ചു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്തേ മിണ്ടാതെ ഇരിക്കുന്നത്? അത്ഭുതം വേണ്ട, അത്ഭുതം വേണ്ട. ഖബർ സംസാരിച്ചെന്ന് പറയുമ്പോ തെള്ളിയതാണെന്ന് ചിരിക്കണ്ട. ഖബറിന് നാവുണ്ടടോ. ഖബർ ഏത് മനുഷ്യനോടും സംസാരിക്കുമെന്നാ. ഖബറിന് നാവുണ്ട്. മയ്യത്ത് കൊണ്ടുപോകുമ്പോ നിനക്കത് മനസ്സിലാകും. നിന്റെ ജനാസ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുമ്പോ ഖബർ നിന്നോട് സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് ഖബർ ചോദിക്കുകയാണ്, എന്തേ ഒന്നും ചോദിക്കാത്തത്? എന്റെ അകത്ത് കിടക്കുന്നവന്റെ അവസ്ഥ അറിയാൻ നിനക്ക് ആഗ്രഹമില്ലേ? എങ്ങനാണ് ഞാൻ അവനോട് പെരുമാറുന്നതെന്ന് നിനക്കറിയണ്ട്. അല്ലാഹുവേ, ഖബറവിടെന്ന് പറയുന്നു, മസക്കത്തുൽ കുഫാർ വസ്ദഖുൽ മുഖലതൈൻ. ഒരു ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ഞാൻ അവന്റെ വാരിയെല്ലുകൾ കോർക്കുന്ന രീതിയിൽ അവിടെ നിന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അല്ലാഹുവേ, അവന്റെ കഫം തുണികൾ വലിച്ചു കീറുകയാണ്. അല്ലാഹുവേ, ഖബറങ്ങോട്ട് പറയാൻ തുടങ്ങുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നിലവിളിച്ചുകൊണ്ട് ഖബറിന്റെ മുകളിലേക്ക് വീഴുകയാ. പറയില്ലേ, പറയില്ലേ, അത് കേൾക്കാനുള്ള ധൈര്യം എനിക്കില്ലെന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഖബറിന്റെ മുകളിൽ കിടന്നിട്ട് കരയുകയാണ്. തന്റെ കണ്ണുനീര് ഖബറിന്റെ മുകളിലേക്ക് വീഴുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ സങ്കടം കണ്ടിട്ട് ഖബർ പോലും പറഞ്ഞു, ഹല്ലദുല്ലുക അലാ അക്ഫാനി ലാ തുബ്ലാ.
രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരാണെന്നറിയോ പെങ്ങള്? അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച മനുഷ്യരാ, ഖുർആൻ ഓതിയിട്ട് കരഞ്ഞ മനുഷ്യരാ, പാതിരാത്രികൾ മുഴുവനും ഉറക്കമൊഴിച്ചുകൊണ്ട് നിസ്കാരപ്പായിലിരുന്നിട്ട് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞിരുന്ന മനുഷ്യനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. പെങ്ങളെ, മരണമടുത്തെന്ന് മനസ്സിലായപ്പോ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ അവസാനം എങ്ങനെയായിരുന്നെന്നറിയോ? അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോയിരുന്നിട്ട് പോലും നിലവിളിച്ച് കരഞ്ഞ മനുഷ്യനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. മരണമടുത്തെന്ന് മനസ്സിലായപ്പോ കുളിച്ചു ഒരുങ്ങി ഉമ്മ അവിടെന്ന് കുളിച്ചു ഒരുങ്ങുകയാണ്. പുതിയാപ്പള ഒരുങ്ങുന്നത് പോലെ കുളിച്ചു ഒരുങ്ങിയിട്ട് കഫം തുണിയും എടുത്തുകൊണ്ട് വീടിന്റെ റൂമിന്റെ അകത്തേക്ക് ചെല്ലുകയാണ്. അല്ലാഹുവേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മരിക്കാൻ തയ്യാറായി. തന്റെ റൂമിന്റെ അകത്ത് ഒരുങ്ങി സുഗന്ധം തേച്ച് തന്റെ റൂമിന്റെ അകത്ത് പോകുകയാണ്. അപ്പോഴാണ് തന്റെ ഭാര്യയെ കാണുന്നത്. അവിടെ നിന്ന് വിളിക്കുന്നു, ഫാത്തിമ, ഇങ്ങടുത്തു വാ ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമാനെ അടുത്ത് വിളിക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, ഞാൻ പോവുകയാണ് ഫാത്തിമ, എന്റെ മരണം അടുത്തിരിക്കുന്നു ഫാത്തിമ, എനിക്ക് പൊരുത്തം തരണേ ഫാത്തിമ. പരസ്പരം ഭാര്യയും ഭർത്താവും പിരിയുന്നതിന് മുമ്പ് യാത്ര പറയുകയാ, പൊരുത്തം ചോദിക്കുകയാ, കൊടുക്കാനുള്ള വസിയത്തുകൾ ചെയ്യുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തന്റെ മരണത്തിന്റെ രംഗമിങ്ങനെ പറയുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ നിന്ന് കരയുകയാണ്. ആ സാധു എന്തു പറയാനാണ്? സങ്കടം കൊണ്ട് കരയുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിക്കുന്നു, ഫാത്തിമ, ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാറുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ ഫാത്തിമ? ഫാത്തിമ കരയുകയാണ്. ഭർത്താവിന്റെ ചാരത്ത് നിന്ന് പൊട്ടിക്കരയുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, വെളിയിലിറങ്ങുമോളെ, ഈ റൂമിന്റെ പുറത്തിറങ്ങു ഫാത്തിമ, വാതിലടയ്ക്കു ഫാത്തിമ. ഫാത്തിമ ചോദിക്കുന്നു, എന്തേ എന്നെ പുറത്താക്കുന്നത്? നിങ്ങൾ മരിക്കാൻ പോകുന്ന അവസാന സമയം, നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട ഒരു സമയമാണല്ലോ, നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യേണ്ട ഒരു സമയമാണല്ലോ, എന്തേ എന്നെ ഇഷ്ടമായില്ലേ? എന്നോട് സ്നേഹമില്ലേ? എന്തിനാ പുറത്തു പോകാൻ പറയുന്നത്? ആ സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അവിടെന്ന് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ, ഇന്നി അറാ ഖലഖൂ ലൈസൂ ബിഉനാസിൻ വലാ ജാർ. ഫാത്തിമ, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഫാത്തിമ, വെറുപ്പുള്ളത് കൊണ്ടല്ല ഫാത്തിമ, നീ പുറത്തിറങ്ങു ഫാത്തിമ. മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ. എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ, എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ. പുറത്തിറങ്ങി, നീ ഇവിടെ എന്റെ ചാരത്ത് നിൽക്കല്ലേ. എന്റെ അതിഥികൾ വരുമ്പോ നീ എന്റെ ചാരത്ത് നിൽക്കല്ലേ. വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്കാൻ പറയുകയാണ്. സ്നേഹനിധിയായ അനുസരണയുള്ള ഭാര്യ ഭർത്താവ് പറഞ്ഞതുപോലെ ബെഡ്റൂമിന്റെ വാതിലടച്ചിട്ട് പുറത്തിറങ്ങി. പെങ്ങളെ, സീരിയലിന്റെയും സിനിമയുടെയും കഥയല്ല പറയുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വാതിലടച്ചിട്ട് ഫാത്തിമ വെളിയിലിറങ്ങി. വല്ലാത്ത സങ്കടമാണ് റബ്ബേ. ഭർത്താവ് റൂമിന്റെ അകത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഭാര്യ വെളിയിൽ നിന്ന് കരയുകയാണ്. അവിടെ നിന്ന് ചിന്തിക്കുന്നു, അല്ലാ, ആരോ വരുന്നെന്ന് പറഞ്ഞല്ലോ, കൂട്ടുകാര് വരുന്നെന്ന് പറഞ്ഞല്ലോ, തന്റെ ഭർത്താവിനെ കാണാൻ ആരാ അതിഥികൾ വരുന്നെന്ന് പറഞ്ഞല്ലോ, ആരാണ് റബ്ബേ?
തന്റെ ഭർത്താവിനെ കാണാൻ വരുന്ന അതിഥികൾ ആരാണെന്നറിയണമല്ലോ. അടച്ചിട്ടിരുന്ന വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ ഒളിഞ്ഞു നോക്കുമ്പോ കാണുന്ന രംഗം എന്താണെന്നറിയോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, അസ്സലാമു അലൈക യാ അസ്റായീൽ. തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന ഖാബിദുൽ അർവാഹിനെ സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. മർഹബാ മർഹബാ. അല്ലാഹുവേ, തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകളെ സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. അല്ലാഹ്, ഫാത്തിമയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. കാരണം പ്രിയപ്പെട്ട ഭർത്താവിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി അസ്റായിൽ വന്നിരിക്കുകയാണ്. മലക്കുകളെ സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. ഫാത്തിമയുടെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി, കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. പടച്ചവരെ, അവിടുന്ന് ചിന്തിക്കുന്നു, റബ്ബേ, എന്റെ ഭർത്താവ് മരിക്കുന്നത് എങ്ങനെയാ അല്ലാ? തന്റെ ഭർത്താവ് മരിക്കുന്നത് എങ്ങനെയാണ് റബ്ബേ? കണ്ടു പെങ്ങളെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ അടച്ചു വിട്ടിരുന്ന റൂമിന്റെ വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോ തന്റെ ഭർത്താവ് ഖുർആൻ ഓതുന്ന ഉമ്മ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓതുകയാ. ഏതായത്താ ഓതിയതെന്നറിയോ? തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന പ്രിയതമയോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. പൊട്ടിക്കരഞ്ഞു നോക്കുന്ന ഭാര്യയോട് പറയുകയാണ്, ഫാത്തിമ, മോളെ ഫാത്തിമ, എന്റെ ദുഃഖത്തിലും എന്റെ സന്തോഷത്തിലും കൂടെ നിന്ന ഫാത്തിമ, ഞാൻ പോവുകയാണ് ഫാത്തിമ, ഞാൻ പോവുകയാണ് ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ടവളോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, നല്ല മരണം വെറുതെ കിട്ടൂല. പെങ്ങളെ, ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാണ്, നല്ല മരണം അല്ലാഹു വെറുതെ തരൂല. അല്ലാഹു നല്ല മരണം വെറുതെ തരൂല. അല്ലാഹു ആർക്കാണ് ഈമാനുള്ള മരണം കൊടുക്കുന്നതെന്നറിയോ? വൽആഖിബതു ലിൽ മുത്തഖീൻ. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്കാ ഫാത്തിമ. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് അല്ലാഹു നല്ല മരണം കൊടുക്കും ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ടവളോട് പറയുകയാണ്, കഫം തുണിയെടുത്തു പെങ്ങളെ മുഖത്തേക്ക് ഇടുകാട്. മുഖത്തേക്ക് കഫം തുണിയിട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പടച്ചവനെ അനക്കമില്ല പെങ്ങള്. റൂമിന്റെ അകത്ത് അനക്കമില്ല. ഫാത്തിമ വാതിൽ തുറന്നിട്ട് ഓടിച്ചെല്ലുമ്പോ എന്തൊരു സുഗന്ധമാണെന്നറിയോ? റൂമിന്റെ അകത്ത് മുഴുവനും വല്ലാത്ത സുഗന്ധം. പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റുമ്പോ എന്തൊരു പ്രകാശമെന്നറിയോ? എന്തൊരു വെളിച്ചമെന്നറിയോ? എന്തൊരു ചിരിയെന്നറിയോ? അല്ലാഹുവേ, തന്റെ ഭർത്താവിന്റെ മുഖം കണ്ടിട്ട് ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യയുടെ കണ്ണ് നിറയുകയാണ്. എന്തൊരു മരണമല്ലാ! എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ജനാസ കണ്ടവർ മുഴുവനും പറയുകയാണ്, എന്തൊരു മരണമല്ലാ! എന്തൊരു സുഗന്ധമല്ലാ! അവിടുത്തെ ജനാസ ഖബറടക്കി.
മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു കൊണ്ടുപോയി കബറടക്കി. ആരും പോകുന്നില്ല വാപ്പാ. ആ മനുഷ്യൻ അല്ലാഹനെ ഭയന്ന് ജീവിച്ച ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മയ്യത്ത് കബറടക്കിയിട്ട് ഒരു മനുഷ്യനും പോകുന്നില്ല. എല്ലാവരും അവിടെ തന്നെ നിൽക്കുകയാണ്. എന്തേ കാരണമെന്നറിയോ? എല്ലാവരും പറയുന്നു, എന്തൊരു മരണമാ പടച്ചവനെ. അസ്റായിലിനോട് സലാം പറഞ്ഞു, ഭാര്യയോട് യാത്ര പറഞ്ഞു, പരിശുദ്ധമായ ഖുർആൻ ഓതി. മയ്യത്തിനെന്തൊരു സുഗന്ധമായിരുന്നു റബ്ബേ. എവിടെ നിന്നാണ് ജനം വന്നതെന്നറിയില്ല. ഇത്രയും നല്ല ഒരു മരണം എന്ത് നന്മ ചെയ്തിട്ടാ അല്ലാഹ്, എന്തൊരു നന്മ ചെയ്തിട്ടാ, എന്തൊരു നന്മ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു മരണം അല്ലാഹു കൊടുത്തത്. അതറിയണം സഹോദരാ. എല്ലാവരും കൂടെ മരിച്ച വീട്ടിലേക്ക് പോവുകയാണ്. ജനാസ കൊണ്ടുവന്ന വീട്ടിലേക്ക് രണ്ടാമതും പോയി. എന്നിട്ട് വിളിക്കുന്നു, ഫാത്തിമ. സങ്കടത്തിലാണെന്നറിയാ ഫാത്തിമ, ഇരിക്കുകയാണെന്നറിയാ ഫാത്തിമ, ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്നറിയാ. സങ്കടപ്പെടുത്താൻ വന്നതല്ല, ഒരേ ഒരു കാര്യം അറിയാനാ, ഒരേ ഒരു കാര്യം ചോദിക്കാനാ. നിന്റെ ഭർത്താവിന് അല്ലാഹു ഇത്രയും നല്ല ഒരു മരണം കൊടുക്കാനുള്ള കാരണം എന്തേ ഫാത്തിമ? എല്ലാവരും കൂടെ ഫാത്തിമയോട് ചോദിച്ചപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭാര്യയായ ഫാത്തിമ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സരിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, സദക്ക കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. പക്ഷേ എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിയുള്ള, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിയുള്ള ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. അല്ലാഹനെ കൊണ്ട് തന്നെയാണ് സത്യം, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിച്ച് ജീവിച്ച വേറെ ഒരാളെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവ് ആരെന്നറിയോ? ഒരു രാത്രിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ തമാശ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ രണ്ടുപേരും ഇങ്ങനെ തമാശ പറഞ്ഞ് ബെഡ്റൂമിൽ ഇരുന്നപ്പോ ഫാത്തിമ പറഞ്ഞു, അല്ലാഹുടെ പേര് പറഞ്ഞു. പെങ്ങള് ഭർത്താവിന്റെ മുമ്പിലിരുന്ന് കാര്യം പറയുമ്പോ അല്ലാഹ് എന്നൊന്ന് നാക്കിൽ നിന്ന് വീണു. തന്റെ നാവ് കൊണ്ട് പടച്ചവന്റെ പേര് പറഞ്ഞപ്പോ എന്റെ ഭർത്താവിന്റെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി, എന്റെ ഭർത്താവ് കരയാൻ തുടങ്ങി. നരകം പറഞ്ഞില്ല, ഖബർ പറഞ്ഞില്ല, മരണം പറഞ്ഞില്ല, അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയാൻ തുടങ്ങി. വെളുപ്പാങ്കാലം വരെ ഇരുന്ന് കരഞ്ഞു, വെളുപ്പാങ്കാലം വരെ ഇരുന്ന് കരഞ്ഞ മനുഷ്യനായ എന്റെ ഭർത്താവ്. പെങ്ങളെ, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുടെ പേര് പറഞ്ഞ അപ്പ കരയും. അങ്ങനെ ഒരു സ്വഭാവം ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നീ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കു, പഠിക്ക്. ഈ ചരിത്രം പറഞ്ഞ എന്തിനാന്നറിയോ? ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മോനാന്നറിയോ? ഈ ചരിത്രം പറഞ്ഞ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മോനാണെന്നറിയോ? ഇതിനാ ഞാൻ ആ ചരിത്രം പറഞ്ഞേ. ആ പാതിരാത്രി പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കാൻ പറഞ്ഞപ്പോ അല്ലാഹ് കാണുന്നുണ്ടെന്ന് പറഞ്ഞൊരു പെണ്ണില്ലേ, ഉമർ തങ്ങളുടെ മകൻ വിവാഹം കഴിച്ച ഉമ്മ പാലിൽ വെള്ളം ഒഴിക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഒഴിക്കത്തില്ല, പടച്ച റബ്ബ് കാണുന്നുണ്ടെന്ന് പറഞ്ഞ ആ പെണ്ണില്ലേ, ആ അല്ലാഹനെ പേടിയുള്ള പെണ്ണിന്റെ മകളുടെ മകനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാ ഞാൻ പറഞ്ഞ വാപ്പ ഉമ്മ ക്വാളിറ്റി ഉള്ളവളായിരിക്കണം. നീ നല്ലവളാണെങ്കിൽ നിന്റെ മടിത്തട്ടിൽ നല്ല മക്കൾ വളരും, പിടിക്കണ്ട. നിന്റെ തലമുറയിൽ നല്ല മക്കൾ ഉണ്ടാകും. ഉമ്മ എന്ന് പറഞ്ഞ സാധാരണ ആളല്ല. ഒരു ഉമ്മയുടെ ദുആയ്ക്ക് എത്രത്തോളം ഇജാബത്തുണ്ട്. ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ ആരാ? പഠിക്കണം ഉമ്മയെ കുറിച്ച്. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് നല്ലവരാകണം, അള്ളാഹിനെ ഭയന്ന് ജീവിക്കുക. ഈ ഓളവും ബഹളവും ഒക്കെ മാറും, ഈ കളിയും തമാശകളൊക്കെ മാറും. എന്തൊക്കെ കാണിച്ചാലും ഒരു ദിവസം നമ്മൾ വീഴും. അത് മാത്രം ഓർത്താ മതി. ഈ ചാട്ടവും ബഹളവും, ഈ കളിയും തമാശയും പണവും സൗന്ദര്യവും ഇതൊക്കെ ഇന്ന് ആള് നിന്റെ കൂടെ ഉണ്ട്. പണം ഉള്ളത് കൊണ്ട് എല്ലാരും ഉണ്ട് നിന്റെ കൂടെ. പെണ്ണുങ്ങളൊക്കെ നിന്റെ കൂടെ നടക്കും. തൊലിക്കിത്തിരി വെളുപ്പുള്ളത് കൊണ്ട് 4 പെറ്റതാണെങ്കിലും നിന്റെ കൂടെ നടക്കാൻ ആളുണ്ട്, കെട്ടാൻ ആളുണ്ട്, വിളിക്കാൻ ആളുണ്ട് പെങ്ങളെ. പക്ഷെ ഒരു ദിവസം നീ വീഴും. ആമിന, നീ എവിടെ പോവാനാടി? അള്ളാഹ് ചോദിക്കുക. അള്ളാഹ് ചോദിക്കുന്ന സിറാജേ, എടാ ഓന്തോടിയ എവിടെ വരെ ഓടൂടാ സിറാജേ? ഒരു ദിവസം നീ വീഴും. അള്ളാഹ് എന്നോട് പറയാ, നീ വീഴും, നീ എന്റെ മുമ്പിൽ തന്നെ വരും. അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പടച്ചവനെ മറക്കരുത്, പടച്ചവനെ മറക്കരുത്. നമ്മളെ കൈപിടിക്കാൻ ആകെ ഉള്ളത് അള്ളാഹുവ. ആ അള്ളാഹുവിനെ വെറുപ്പിക്കരുത്. പടച്ചവനെ പേടിച്ച് ജീവിക്ക്. അള്ളാഹ് കാണുന്നുണ്ടെന്നുള്ള ബോധം. ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ? വീടിന്റെ അകത്തിരുന്നിട്ട് നീ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഉദാഹരണം, നീ നിന്റെ വീടിനകത്തിരുന്ന് എന്തെങ്കിലും TV കണ്ടുകൊണ്ടിരിക്കുക. ഉദാഹരണം, ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ വീടിന്റെ അകത്തിരുന്ന് സിനിമയോ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴാ ഒരാള് വരുന്നു, ഉടനെ TV ഓഫാക്കി നേരെയായി അല്ലേ? ഉടനെ TV ഓഫാക്കി തലയിൽ തുണിയിട്ടു, നീ പെട്ടെന്ന് വലിയ മാന്യായി. എന്നാ നീ ചിന്തിക്ക്, കേവലം ഒരു മനുഷ്യൻ വന്നപ്പോ ആ മനുഷ്യനെ പേടിച്ചിട്ട് കാണാതിരിക്കാൻ എല്ലാം മറച്ചു വെച്ചിട്ട് നീ എന്ത് ചെയ്തു? സൂക്ഷ്മത കാണിച്ചു. എന്നാ ആമിന, അള്ളാഹ് ഇത് കണ്ടോണ്ടിരിക്കായിരുന്നല്ലോ. ആ വന്നവന് കൊടുത്ത വില പോലും അള്ളാഹ്ക്ക് കൊടുത്തില്ലല്ലോ. ആ വന്ന മനുഷ്യന് കൊടുത്ത സ്ഥാനം പോലും എന്നെ പടച്ച റബ്ബിന് ഞാൻ കൊടുക്കുന്നില്ലല്ലോ. ഇതിനേക്കാളും വലിയ അക്രമം എന്താണോ? അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് 2026 കടന്നു കഴിഞ്ഞു. ഓരോ കൊല്ലം കൂടെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആയുസ് ഇങ്ങനെ പോവാ. എങ്ങോട്ടാ പോണെന്നറിയോ? മരണത്തിലേക്ക് അടുക്കുന്നേ. അസ്രായിൽ വരാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ല. ഏത് നിമിഷവും മരണം നമ്മളെ തേടി വരും. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ.